ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ പുഴക്കപ്പള്ളി നേർച്ച അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു. പല ഭാഗത്തു നിന്നും നേർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തോണിപ്പാടത്തു നിന്ന് പതിവ് പോലെ തന്നെ നേർച്ചകൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏതാനും കുറച്ച് കുട്ടികളുടെ പരിപാടിയൊക്കെയാണ്, കമ്മിറ്റിക്കാരുടെ പരിപാടിയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഒരുപാട് കമ്മിറ്റിക്കാരുടെ നേർച്ചയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട വീഡിയോ ഇത് 10,000 നേർച്ച കമ്മിറ്റിക്കാരൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് എടുത്ത ശേഷം വീഡിയോ കവർ ചെയ്ത ശേഷം ഞാൻ പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോമ്പത്തൂർമ്പൽ പിള്ളേരുടെ വീഡിയോ ഇതാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയങ്ങാണ്ട് കുറച്ച് ദൂരം ഞാൻ പിന്നെ മുന്നോട്ട് പോയപ്പോൾ അമ്പാട്ടുപറമ്പുകാർ അവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത ശേഷം കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ ഒരു പരിപാടിക്ക് ഒരു തയ്യാറെടുപ്പിൽ അമ്പാട്ടുപറമ്പിലെ കുട്ടികൾ മറ്റേ ദഫ് കളിക്കാനുള്ള റെഡിയായി നിൽക്കുകയായിരുന്നു. ചുറ്റുഭാഗത്ത് ആൾക്കാരെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വഴി ബ്ലോക്കായി. എന്നാലും കുറച്ച് നേരം ഇങ്ങനെ വണ്ടി ആൾട്ടാക്കി നിർത്തി. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു പയ്യൻ വന്നുകൊണ്ട് പോസ് ചെയ്തു. നമ്മൾ അറിയുന്ന പയ്യനാണ്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത ശേഷം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വാവുള്ളേരത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാവുള്ളേവരും യുവജന കമ്മിറ്റിയുടെ പരിപാടി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്ത് കണ്ട് കുറച്ചും കൂടി പോയപ്പോൾ ആന വരുന്നതുകൊണ്ട് നമ്മുടെ വള്ളിക്കാടൻസിൻ്റെ വക ആനയൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ കവർ ചെയ്തപ്പോൾ അതിൻ്റെ മേലേക്കുന്ന ആൾക്കാർക്ക് വീഡിയോക്ക് പോസ് ചെയ്തു. അപ്പോൾ എന്നെ നമ്മുടെ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ബാൻഡ് സെറ്റ് ഇപ്പോഴും ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ആ ബാൻഡ് സെറ്റൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. പിന്നെ ദഫ്മുട്ട് എല്ലാ വഴികളിലും മൂക്കിന് ദഫ്മുട്ടും പരിപാടികളും കമ്മിറ്റിക്കാരൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ നമ്മുടെ പള്ളീൻ്റെ അടുത്തെത്തി. പള്ളിയിൽ പോയപ്പോൾ യാറത്തൊക്കെ പോയെന്ന് തോന്നുന്നു. അതിനുശേഷം പുറത്ത് വന്നപ്പോൾ നമ്മുടെ അറിയുന്നവരൊക്കെയാണ് തോണിപ്പാടത്തെ. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു ചായയൊക്കെ മേടിച്ച് കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചായയൊക്കെ മേടിച്ച് കുടിച്ചു. അതിനുശേഷം ഞാൻ രാത്രിയിലത്തെ കുറച്ച് വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തി. അടിപൊളി പരിപാടി രാത്രിയൊക്കെ. കുട്ടികളുടെ ഡാൻസ് അടിപൊളിയായിട്ടുണ്ട്. സമയം ഇപ്പോൾ പിന്നെ ഞാൻ എടുത്ത് ഈ വീഡിയോ കാണുന്നത് രാവിലെ ഒരു 7 മണി 7 മണിയായിട്ടുണ്ടാവും. 7 മണിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ നേർച്ചകളും വന്ന് നിൽക്കുന്ന സമയമാണല്ലോ രാവിലെ. അപ്പോൾ കുറേ പേര് നേർച്ച പരിപാടി കഴിഞ്ഞിട്ട് നിൽക്കുന്നു, കുറേ പേര് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നേർച്ചൻ്റെ വിശേഷങ്ങൾ 2024. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.